നിലമ്പൂർ നഗരസഭ തിരിച്ചുപിടിക്കുമെന്ന് UDF, തുടർഭരണം ഉറപ്പെന്ന് LDF, മുന്നേറ്റം പ്രതീക്ഷിച്ച NDA. ജനം വിധിയെഴുതാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ഇത്തവണ നിലമ്പൂർ നഗരസഭയിൽ UDFന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് പറഞ്ഞു. നിലമ്പൂർ നഗരസഭയിലെ വികസന മുരടിപ്പും ശബരിമല വിഷയവും അടക്കം ഈ വോട്ടെടുപ്പിൽ ചർച്ചയാകും എന്നും അദ്ദേഹം വ്യക്തമാക്കി. വലിയ ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണി ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കഴിഞ്ഞ 2020 നിലമ്പൂർ നഗരസഭയിൽ നഷ്ടപ്പെട്ട UDF ഭരണം തിരിച്ചുപിടിക്കും. ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഞങ്ങൾ ഇത്രയും ദിവസം ഈ നഗരസഭയിലെ 36 വാർഡുകളിലും അവിടെ പോയി അവിടുത്തെ നാട്ടുകാരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ ഭരണത്തിനെതിരെ വലിയ ജനരോക്ഷമുണ്ട്. കാരണം 5 വർഷക്കാലം ഇവർ എടുത്തു പറയത്തക്ക നാട്ടുകാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, നഗരസഭയ്ക്ക് എതിരെ വോട്ട് ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഉള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് ഇത്തരത്തിൽ. പ്രത്യേകിച്ചും ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ വലിയ അമർഷമാണ്. ഈ ശബരിമല വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട CPMന്റെ 2 നേതാക്കന്മാരാണ് ജയിലിൽ കിടക്കുന്നത്. കോന്നിയിലെ പത്തനംതിട്ട ജില്ലയിലെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുൻ MLA M പത്മകുമാർ, CPMന്റെ മുൻ ഏരിയ സെക്രട്ടറി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് N വാസു, ഈ 2 ആളുകളും കുറ്റക്കാരാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നിരീക്ഷണം നടത്തി. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രത്യേക അന്വേഷണ ടീമിനെ വെച്ച് അവർ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങളായി ജയിലിൽ കിടക്കുക. പാർട്ടി ഈ 2 നേതാക്കന്മാർക്കെതിരും നടപടിയെടുത്തിട്ടില്ല. അതേപോലെ തന്നെ സ്ത്രീ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ രോഷമാണ് അവർ പറയുന്നത്. M മുകേഷ് MLA, അതുപോലെ തന്നെ ശശി, അതുപോലെ തന്നെ കണ്ണൂരിലെ ശശി, ഇവർക്കൊന്നും എതിരെ നടപടിയെടുക്കുന്നില്ല. ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണേ മുകേഷ് എന്ന് പറയുമ്പോൾ ധാർമ്മികതയുടെ പേരിൽ തിരിച്ചു വരാൻ പറ്റുമെന്നാണ് സംസ്ഥാന CPM സെക്രട്ടറി ചോദിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നഗരസഭയിൽ വലിയ ഭൂരിപക്ഷമുണ്ടാവും. സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായി ജനം LDFന് വോട്ട് നൽകുമെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും നിലമ്പൂർ നഗരസഭയുടെ ക്ഷേമ പ്രവർത്തനങ്ങളും വലിയ രീതിയിൽ വോട്ടായി മാറുമെന്നും നഗരസഭയിൽ തുടർ ഭരണം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭ ഭരണത്തിന്റെ ഭാഗമായി നടന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളും കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസനവും പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചേർത്ത് പിടിച്ചിട്ടുള്ള ലോകത്തിന് തന്നെ മാതൃകയായി തീർന്ന ക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം ഇടതുപക്ഷത്തിനുള്ള പിന്തുണ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മഹാദുരിതങ്ങളെയും മഹാമാരിയെയും കൈകാര്യം ചെയ്തിട്ടുള്ള, ജനങ്ങളെ ചേർത്ത് നിർത്തി പരിഹാരം കണ്ടിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ സമീപനം ജനങ്ങളാകെ ബോധ്യപ്പെടുകയും അതുവഴി ഇടതുപക്ഷത്തിനുള്ള പിന്തുണ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണി പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികയിൽ ഈ 4.5 കൊല്ലത്തെ ഭരണത്തിന്റെ ഭാഗമായി അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ ഗവൺമെന്റ് അടുത്ത 5 വർഷക്കാലം കൊണ്ട് കേരളത്തെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അത് വിശ്വാസത്തിലെടുക്കുകയാണ്. 20 ലക്ഷം സ്ത്രീകൾക്ക് പുതുതായി തൊഴിലവസരം സൃഷ്ടിക്കും. ലൈഫിന്റെ പട്ടികയിൽ പെട്ടിട്ടില്ലെങ്കിലും അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നൽകും. വന്യമൃഗ ആക്രമണം തടയുന്നതിന് പ്രാദേശിക ഭരണ അടിസ്ഥാനത്തിൽ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കും തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങളെല്ലാം വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇടതുപക്ഷം പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട ജനങ്ങൾ ഈ നഗരസഭയിലും വീണ്ടും LDFന് ഭരണം കിട്ടിയാൽ, സംസ്ഥാനത്ത് തുടർഭരണം ഉണ്ടായപ്പോൾ എങ്ങനെയാണോ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത വേഗം വർദ്ധിച്ചത് എന്നതുപോലെ നഗരസഭയ്ക്കകത്തും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിനാകും എന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്.
നിലമ്പൂർ നഗരസഭയിൽ എൻഡിഎക്ക് കൂടുതൽ കൌൺസിലർമാർ ഇത്തവണ ഉണ്ടാകുമെന്ന് ബിജെപി ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ബിജു എം സാമുവൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും നഗരസഭയിൽ മാറി മാറി വരുന്ന UDF, LDF മുന്നണികളുടെ അഴിമതിയും ഇത്തവണ ബിജെപിക്ക് നേട്ടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ നഗരസഭയിൽ ഇക്കുറി 15 സ്ഥാനാർത്ഥികളെയാണ് ഡിവിഷനിലേക്ക് നിർത്തിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇക്കുറി ദേശീയ ജനാധിപത്യ സഖ്യം, അതായത് NDA, വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇക്കുറി നമ്മുടെ നഗരസഭയിൽ NDAയുടെ നല്ലൊരു ശതമാനം പ്രതിനിധികളുണ്ടാവും. നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്തുവാനാണ് NDA തീരുമാനിച്ചിട്ടുള്ളത്. അതായത് കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും, അതുപോലെ തന്നെ ഈ നഗരസഭയുടെ ഇവിടെ ബൈപ്പാസ് ഇല്ല, അതുപോലെ ഇവിടെ വികസന മുരടിപ്പ്, ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ട് വികസന മുരടിപ്പിനെതിരെയാണ് ഞങ്ങൾ ഇക്കുറി പ്രവർത്തിക്കുന്നത്. ഇക്കുറി എന്തായാലും നഗരസഭയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുവാൻ തന്നെയാണ് NDA തീരുമാനിച്ചിട്ടുള്ളത്. നിലമ്പൂർ നഗരസഭയിലെ 36 ഡിവിഷനുകളിലും ഇക്കുറി തീപാറും പോരാട്ടമാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, ഷവർമ, വിവിധതരം ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.